സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ പരാതി തന്നാൽ നടപടിയെന്ന് മന്ത്രി സജി ചെറിയാൻ. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയെടുക്കാനാകില്ല. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ്. ആരോപണത്തിൽ രഞ്ജിത്ത് മറുപടി പറഞ്ഞു. കുറ്റം ചെയ്യാത്തയാളെ ക്രൂശിക്കാനാകില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഒരാൾ കുറ്റക്കാരനാണെന്ന് എങ്ങനെ തെളിയുന്നത്? ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് ആ കുറ്റം സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റും? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണോ? ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിന്റെ ഭാഗമാണ്. ഒരു ഇൻഡസ്ട്രി, 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രി നശിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഇൻഡസ്ട്രി മാറിയില്ലേ? ആ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ പ്രവണതകളോ ഉണ്ടെങ്കിൽ കർശനമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ? നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തന്നാൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമായി. രഞ്ജിത്തിനെ പറ്റി ഇപ്പൊ ഒരു ആള് ഒരു മീഡിയ വഴി പറഞ്ഞിട്ടുണ്ട്. പരിശോധിക്കാമെന്ന് പറഞ്ഞല്ലോ. അത് പരിശോധിക്കേണ്ടത്. പരിശോധിക്കാതെ അങ്ങനെ പറയാൻ പറ്റും? അവരുടെ പരാതി അവര് മൊഴിയായിട്ട് അവര് പിന്നെ പോലീസിന് കൊടുത്താൽ പരിശോധിക്കാം, അവർ പരാതിയായിട്ട് കൊടുത്താലും പരിശോധിക്കാം. എന്താ കുഴപ്പം? എന്താ ഒരു മീഡിയ വഴി ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നു. അത് ബന്ധപ്പെട്ട് രഞ്ജിത്ത് നിഷേധിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന വിഷയം ഒരാളുടെ മേലെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് അടിച്ചേൽപ്പിച്ച് നിങ്ങൾ ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾ കാണും, അത് ആയിക്കോട്ടെ, അത് ഞങ്ങളിതിലല്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് ഫാക്ട്സ് ആണ്. വസ്തുതാപരമായ ഒരാൾ പരാതി തന്നാൽ നടപടി ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് വേണ്ടി പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നില്ല, ആ വിഷയം നമ്മൾ അവസാനിപ്പിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റൂ? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണോ? നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? ഗവൺമെന്റിന് അതൊന്നും മറച്ചു വെക്കാനെന്ന് പറഞ്ഞല്ലോ. ഗവൺമെന്റ് ഒന്നും മറച്ചു വെക്കാനില്ല. പക്ഷെ ഒരു ഇൻഡസ്ട്രിയെ താർക്കുന്ന രൂപത്തിൽ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിൽ അവരെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഞങ്ങള് ആയിട്ട് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം ഞങ്ങൾ പാലിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് ആരോപണം ഉയർന്നു വന്നപ്പോ ഇതുപോലെ ഒരു എഫ്ഐആർ ഇട്ടല്ലോ. എവിടെ നിന്നു? ഞാൻ പറഞ്ഞ കോടതി വിധിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം.